വലിയ പറമ്പിനെ തൃക്കരിപ്പൂർ, പടന്ന തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് ബന്ധിപ്പിക്കുന്ന പാലങ്ങൾ തുറന്നത് ചൂണ്ടിക്കാട്ടിയാണ് ബോട്ട് സർവീസ് നിർത്താൻ നീക്കം നടക്കുന്നത്. ഐടിയിലുള്ള ജലഗതാഗത വകുപ്പിന്റെ ഓഫീസും അടച്ചുപൂട്ടും. പാലം വന്നതോടെ വരുമാനം കുറഞ്ഞുവെന്നാണ് ഇതിനുള്ള ന്യായം. എന്നാൽ 24 കിലോമീറ്ററോളം നീളത്തിൽ പുഴക്കും കടലിനും നടുവിലായി കിടക്കുന്ന വലിയ പറമ്പിന്റെ വിവിധ ഭാഗങ്ങളിലെത്താൻ പാലം വഴി ഏറെ സഞ്ചരിക്കേണ്ടി വരും. ഇതിൻ്റെ ഒരു പ്രയാസം എന്ന് പറയുന്നത് മുഴുവൻ ജീവനക്കാരും ഈ തിരുവിതാംകൂർ മേഖലയിലെ ആലപ്പുഴ മേഖലയിലുള്ള ജീവനക്കാരാണ്. അപ്പം സ്വാഭാവികമായും അവർക്ക് വളരെ ദൂരെ വന്ന് ജോലി ചെയ്യുന്നു എന്നുള്ള ഒരു പ്രയാസം അവർക്കുണ്ട്. ആ പ്രയാസം പരമാവധി ഇത് ജനങ്ങൾക്ക് പ്രയോജനമല്ലാത്ത രീതിയിലേക്ക് ഈ ട്രാഫിക്കുകളൊക്കെ മാറ്റി ഇത് അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യമാണ്. ഞാൻ ജീവനക്കാരെ കുറ്റപ്പെടുത്തുന്നതല്ല, അതിനൊരു യാഥാർത്ഥ്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിപ്പോൾ ജനങ്ങൾക്ക് ഒരു ഭാരമായി മാറുന്ന സ്ഥിതിയിലേക്കാണ് ആ ഓഫീസും സംവിധാനവും മാറിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇപ്പോഴും കടലോര പഞ്ചായത്തായ വലിയ പറമ്പിനകത്തുള്ള ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമായ നിലയിലേക്ക് ആ സർവീസ് മാറ്റിയെടുക്കാൻ പറ്റും. കൊച്ചി മാവിലാക്കടപ്പുറം ബ്രീച്ചിൽ 2 സ്റ്റീൽ ബോട്ടുകളാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. സർവീസ് ഏറെ അനിവാര്യമായ മാവിലാക്കടപ്പുറം കോട്ടപ്പുറം ബ്രീച്ചിൽ മാസങ്ങളായി ബോട്ട് ഓടുന്നില്ല. ഓരോ ബോട്ടും കട്ടപ്പുറത്താകുന്നതോടെ 60ഓളം ജീവനക്കാർക്ക് പണിയില്ലാതായി. ബോട്ട് വർക്ക്ഷോപ്പ് സ്പിൽവേയുടെ അഭാവത്തിൽ ഉപയോഗപ്പെടുന്നുമില്ല. 6 മാസം കൊണ്ട് തീർക്കേണ്ട സ്പിൽവേ നിർമ്മാണം തുടങ്ങിയിട്ട് 1.5 വർഷമായി. വലിയ പറമ്പ ടൂറിസത്തിന് ഏറെ ഗുണം ചെയ്യുന്ന സർവീസ് നിർത്തരുതെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ 1 കാസർഗോഡ്.